സോ ഒരു കംപ്ലീറ്റ് ബിഗിനർ എന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ നേരെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കണോ? എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ കുറച്ച് പൈസ തരാം മാഡം, ഒന്ന് കുറച്ച് സ്റ്റോക്സ് ഒന്നും ചെയ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നേ ഇല്ല, പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയാം. പലരും ഇന്ന് സിവിൽ സ്കോർ കൂട്ടാൻ വേണ്ടി മാത്രമായിട്ട് EMIs എടുക്കുന്നുണ്ട്. അത് ശരിയായ ഒരു തീരുമാനമാണോ? എൻ്റെ കാശ് പോയ സ്റ്റോക്കിൽ തന്നെ എനിക്ക് തിരിച്ചു പിടിക്കണം. ദാറ്റ് ഇസ് ഓൺ എ റോങ് വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. ഗോ വിത്ത് മ്യൂച്വൽ ഫണ്ട്സ്, ഒരു സംശയമില്ല. അല്ലാതെ ഐ എം എ ബാഡ് ട്രേഡർ എന്നുള്ള ഒരു തിരിച്ചറിവ് ഇല്ലെങ്കിൽ ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ റിയലി ലൂസിങ് ഇറ്റ്. ഈ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ പലതരം ഉണ്ടല്ലോ, ഹൈബ്രിഡ്, ഇക്വിറ്റി, ഡെപ്റ്റ് ഫണ്ട്സ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? യെസ്, ജ്വല്ലറി വാങ്ങുന്നത് വളരെ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഭയങ്കര അബദ്ധമാണ്. കാരണം അവിടെ നമുക്ക് മേക്കിംഗ് ചാർജ് എന്നുള്ളൊരു നല്ലൊരു സംഖ്യ പോകുന്നുണ്ട്. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസും ഒരു ലൈഫ് ഇൻഷുറൻസും ഉള്ള വ്യത്യാസം പോലും ഒരു പ്രൊഫഷണലായിട്ട് പഠിച്ചു വരുന്ന ഒരു പുറത്ത് വരുന്ന ഒരാളുകൾക്ക് പോലും പലർക്കും അറിയുന്നില്ല. സോ ഒരു കംപ്ലീറ്റ് ബിഗിനർ എന്നുള്ള രീതിയിൽ ആദ്യം നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ നേരെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കണോ? മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിലൊരു സംശയമില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് തന്നെ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നല്ല റിട്ടേൺസ് അതിൽ ഉണ്ടാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഓക്കെ, സോ ഇൻ മൈ എക്സ്പീരിയൻസ് ഓവർ ദി ഇയേഴ്സ് വാട്ട് ഐ ഹാവ് ഫൗണ്ട് ഇസ് മ്യൂച്വൽ ഫണ്ട് റിട്ടേൺസ് ബീറ്റ് ചെയ്യാൻ as a retail investor it's extremely difficult is what I will say. ബിക്കോസ് ഒരു കാലത്ത് എനിക്ക് തോന്നിയിരുന്നു കുറച്ച് നമുക്ക് നല്ല സ്റ്റോക്സ് ഒക്കെ നോക്കി അത്യാവശ്യം നമ്മൾ തന്നെ ചെയ്താൽ തെറ്റില്ല എന്ന് തോന്നിയിരുന്നു ഒരു കാലത്ത്. ബട്ട് നൗ ഡേയ്സ് ഐ വിൽ ബി വെരി ഫ്രാങ്ക് വിത്ത് യു, എനിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ കുറച്ച് പൈസ തരാം മാഡം, ഒന്ന് കുറച്ച് സ്റ്റോക്സ് ഒന്നും ചെയ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നൊന്നും എനിക്ക് തോന്നുന്നേ ഇല്ല, പറ്റില്ല എന്ന് തന്നെ ഞാൻ പറയാം. ഓക്കെ, ചില സമയത്ത് ചില പീരീഡിൽ നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ട് ഒരു ഫോക്കസ്ഡ് ഒക്കെ പോർട്ട്ഫോളിയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ ചെയ്തു വന്നേക്കാം. ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കുറച്ച് വർഷത്തേക്ക് നമ്മൾ അവർ ചെയ്യുന്നേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഐ എം സെയിങ് എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒരുപോലെ നല്ല റിട്ടേൺസ് കിട്ടണമെന്നല്ല, അവിടെയും നമുക്ക് കുറച്ച് ഇതുണ്ട്. പക്ഷേ ഒരു പ്യുവർ ഇൻഡെക്സ് ഫണ്ട് എടുത്താൽ തന്നെ നമ്മൾ മാനേജ് ചെയ്ത് അതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇസ് വെയർ യു ഷുഡ് സ്റ്റാർട്ട്. ഓക്കെ, കാരണം എന്താ പറ്റുക അറിയോ, നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് നമ്മൾ അവിടെ എവിടെയും കേൾക്കും, ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തു, വായിച്ചു, TV കണ്ടു, എന്നിട്ട് അതിൽ പോയിട്ട് വാങ്ങി, അത് എന്തെങ്കിലും കാരണവശാൽ മാർക്കറ്റ് ഇറങ്ങിപ്പോയി നഷ്ടം വന്നാൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിനോടുള്ള കാഴ്ചപ്പാട് തന്നെ നിങ്ങൾക്ക് മാറിപ്പോകും. യു വിൽ തിങ്ക് ഇതൊക്കെ ഭയങ്കര റിസ്ക് ആണ്, ഞാൻ എൻ്റെ കാശ് പോകുന്ന പരിപാടിയാണ്, വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാനുള്ളൊരു ടെൻഡൻസി യങ്സ്റ്റേഴ്സിന് വരും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എനിക്കിപ്പോൾ നഷ്ടം വന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇതിൽ പൈസ ഇട്ടിട്ട് എന്തെങ്കിലും അത് നമുക്ക് മേക്കപ്പ് ചെയ്യണം, എൻ്റെ കാശ് പോയ സ്റ്റോക്കിൽ തന്നെ എനിക്ക് തിരിച്ചു പിടിക്കണം. ദാറ്റ് ഇസ് ഓൺ എ റോങ് വേ ടു ലുക്ക് അറ്റ് ഇറ്റ്. അതിൽ തന്നെ തിരിച്ചു പിടിക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പം ലോസ് ആണെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് മാറണം, എനിക്ക് തെറ്റ് പറ്റി എന്നുള്ളതിൽ മാറി നിൽക്കുക, വിതർ അതർ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ നമ്മുടെ മനസ്സാണ് ഇവിടെ പ്രശ്നം. ഓക്കെ, സൈക്കോളജിക്കലി നമുക്ക് ഈ മാർക്കറ്റിൽ പല കാര്യങ്ങളും നമ്മൾ തിയറി പറയാൻ ഭയങ്കര എളുപ്പമാണ്, സ്വന്തം ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മുടെ യുവർ തിങ്കിങ് മേ നോട്ട് ഗോ റൈറ്റ്. സോ ഗോ വിത്ത് മ്യൂച്വൽ ഫണ്ട്സ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. സോ യു ഹാവ് ടു ബിൽഡ് അപ്പ് യുവർ മെയിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം ഗോൾസ് ഒക്കെ മ്യൂച്വൽ ഫണ്ട്സ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം. കാരണം അവിടെ ഞാൻ ഈ പറഞ്ഞ 12-15% കിട്ടുമെന്ന് ഞാൻ പറയുമ്പോഴേക്കും അത് മ്യൂച്വൽ ഫണ്ട്സിൽ ചെയ്താലേ കിട്ടും തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്ക് കുറച്ച് സ്റ്റോക്ക് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് എത്ര റിട്ടേൺസ് കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഐ ഡോണ്ട് നോ. സോ ദാറ്റ് മേ നോട്ട് വർക്ക്. വി ഹാവ് സീൻ ഇൻഫാക്ട് എത്രയോ ബ്ലൂ ചിപ്പ് കമ്പനീസ് വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 വർഷത്തേക്ക് 5 കൊല്ലം 8 കൊല്ലമൊക്കെ മെയിൻ ലൈൻ സ്റ്റോക്സ് ഒരു അനക്കമില്ലാതെ കിടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമുക്കൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു കുറച്ച് സ്റ്റോക്ക് വാങ്ങിയിട്ടാൽ എനിക്ക് റിട്ടേൺസ് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. സോ യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ടു സ്റ്റോക്സ് പ്രൊവൈഡഡ് യു ആർ വാച്ചിങ് ഇറ്റ് വെൽ. നിങ്ങൾ നന്നായിട്ട് ട്രാക്ക് ചെയ്യണം, ആ കമ്പനീസിനെ സ്റ്റഡി ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം ഒരു പോർഷൻ ഓഫ് യുവർ പോർട്ട്ഫോളിയോ ക്യാൻ ഗോ ഇൻ ടു മ്യൂച്വൽ ഫണ്ട്സ്, ഐ മീൻ സ്റ്റോക്സ്. ബട്ട് അതർവൈസ് ബെറ്റർ ഹാവ് ദ മേജർ പാർട്ട് ഇൻ ടു മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൊമെൻറ്റം ട്രേഡിങ്, ഇപ്പോൾ അത് വലിയൊരു ഇതാണല്ലോ, ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ മൊമെൻറ്റത്തിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ഉള്ള ടൈമിങ് നമുക്ക് ഒന്ന് തെറ്റിപ്പോയാൽ ഈ എടുത്ത പണിയൊക്കെ വെറുതെ ആവും. കാരണം ഒരു സെക്ടർ കയറും, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വാങ്ങും വിൽക്കും ഇത് ഇങ്ങനെ പോകും. ഒരു പോയിന്റിൽ ലാസ്റ്റ് വാങ്ങിയതുണ്ടല്ലോ, പെട്ടെന്ന് ആ സെക്ടർ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അവിടെ നമ്മൾ എക്സിറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത്രയും നേരം കയറിയത് മുഴുവൻ നമുക്ക് ഒറ്റ ഇതിൽ പോയി കിട്ടും. സോ അവിടെ എക്സിറ്റ് പോയിന്റ് കറക്റ്റ് അല്ലെങ്കിൽ മൊമെൻറ്റം ട്രേഡിങ് ഭയങ്കര നഷ്ടമായി പോകും. പിന്നെ അടുത്ത് കയറുന്ന അടുത്തേ സെക്ടർ ആയിരിക്കും, പിന്നെ നമ്മൾ ഇതും പിടിച്ചിങ്ങനെ തൂങ്ങി പിടിച്ച് അവിടെ ഇരിക്കേണ്ടി വരും.
സോ ഒരു പോർഷൻ ഓഫ് യുവർ പോർട്ട്ഫോളിയോ മേ ബി 20% ഓർ സംതിങ് യു സെറ്റ് അപ്പാർട്ട് ഫോർ മൊമെൻറ്റം ട്രേഡിംഗ്, ഒരു 10%. അത് ആഫ്റ്റർ ബിൽഡിംഗ് അപ്പ് എ പോർട്ട്ഫോളിയോ കേട്ടോ, തുടക്കക്കാർക്കല്ല ഞാൻ പറയുന്നത്. ആഫ്റ്റർ ബിൽഡിംഗ് അപ്പ് എ മീനിങ് ഫുൾ പോർട്ട്ഫോളിയോ അതിൽ നിന്നൊരു എമൗണ്ട് മാറ്റി വെച്ചിട്ട് മൊമെൻറ്റം സ്റ്റോക്സിലേക്ക് നമുക്ക് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. അതിലേക്ക് നമുക്ക് എന്തുണ്ടെങ്കിലും അനലൈസ് യുവർ പെർഫോമൻസ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് സ്വയം നമ്മളൊരു വിലയിരുത്തണം. അല്ലാതെ പിന്നെ എന്തെങ്കിലും എൻ്റെ അടുത്ത് കുറേ കാശുണ്ട്, അത്യാവശ്യം പോക്കോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോട്ടെ. പക്ഷെ അതല്ലല്ലോ, തുടക്കക്കാരെ സംബന്ധിച്ച് എവറി റുപ്പി ഈസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ ശരി, കഴിഞ്ഞ ഒരു 6 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എന്തായിരുന്നു ഞാൻ തന്നെ മാനേജ് ചെയ്തിട്ട് എന്താണ് സംഭവിച്ചത്? അതേ ഞാൻ ഈ മ്യൂച്വൽ ഫണ്ട് മാനേജർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ ഇത്ര തന്നിട്ടുണ്ട്, അതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എന്തിനേയും സമയം കളയണേ അല്ലേ? നമ്മൾ സമയം കളയാതെ ആ നേരം നമ്മൾ വേറെ എന്തെങ്കിലും പണിയെടുത്ത് കൂടുതൽ പണം സമ്പാദിച്ചിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് മാനേജർക്ക് കൊടുത്താൽ പോരെ, ബെറ്റർ റിട്ടേൺസ് കിട്ടില്ലേ? സോ റിട്ടേൺസ് കിട്ടാനാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി യു ഷുഡ് ട്രാക്ക് യുവർ പെർഫോമൻസ്. അതെല്ലാം മാർക്കറ്റിന് ഒരു ഫീല് കിട്ടാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഒക്കെ വെച്ചിട്ട് വെറുതെ ചെയ്ത് നോക്കിക്കോട്ടെ. പക്ഷെ നഷ്ടം ആണെന്ന് തോന്നിയാൽ, ദ മൊമെൻറ്റ് ട്രേഡിങ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ട് എവിടെ എത്തില്ല എന്ന് തോന്നിയാൽ യു ഷുഡ് റിയലൈസ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ദർ. അല്ലാതെ ഐ എം എ ബാഡ് ട്രേഡർ എന്നുള്ള ഒരു തിരിച്ചറിവില്ലെങ്കിൽ ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ റിയലി ലൂസിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പൈസകളൊക്കെ കൊണ്ട് വെറുതെ കൊണ്ട് ഡെറിവേറ്റീവ്സ് ട്രേഡിങ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ബൈയിങ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങളും ഓപ്ഷൻസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഓപ്ഷൻ സെല്ലിംഗ് ആണ് ഞങ്ങൾ ചെയ്യാറ്. ഓപ്ഷൻസ് മൊത്തത്തിൽ മോശമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ യു ഹാവ് ടു ഡു ഇറ്റ് ദ റൈറ്റ് വേ. അപ്പോൾ അത് ഓപ്ഷൻസ് ബൈയിങ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് കൂടുതലാണ്. സോ അവിടെയൊക്കെ കൊണ്ടുപോയി കാശ് കളയും. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ തലയിൽ ഇങ്ങനെ ഓടും, കുറച്ച് പോയി അതെങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പൈസ അങ്ങോട്ട് എടുത്തിട്ട് അതൊക്കെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സോ ആസ് ഐ സെഡ്, ടു സമ്മറൈസ് വാട്ട് ഐ സെഡ്, mutual funds is the way to go to build up your long term assets. Side by side you can also do some stock investment, but track what you're doing. If you are not doing a good job, stop it there. Okay. ഈ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ പലതരം ഉണ്ടല്ലോ, ഹൈബ്രിഡ്, ഇക്വിറ്റി, ഡെപ്റ്റ് ഫണ്ട്സ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? യെസ്, അപ്പം പ്രധാനമായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിനെ 3ആയിട്ട് തിരിക്കാം. ഓക്കെ, ബേസ്ഡ് ഓൺ വാട്ട് ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ടു. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ കുറേ പേരുടെ അസറ്റ്സ് കൂടി ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതല്ലേ? അപ്പോൾ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ച് 3 തരത്തിൽ തിരിക്കാം. ഒന്ന് ഡെറ്റ് ആണെന്ന് പറയാം, ഒന്ന് ഗോൾഡ് ആണ്, ഒന്ന് ഇക്വിറ്റി ആണ്. ഡെറ്റ് എന്നുള്ള വാക്ക് കേട്ടാൽ മനസ്സിലാവും, കടം അല്ലെ, കടപ്പത്രം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്താണ് ചെയ്യുന്നത്? അവർ കടം കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് ബാങ്ക്സിനായിരിക്കാം, അല്ലെങ്കിൽ കമ്പനീസിനായിരിക്കാം, ഗവൺമെൻറ്റിനായിരിക്കാം കടം കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഫണ്ടിലേക്ക് പലിശ കിട്ടുന്നു. ആ ഫണ്ട് പതുക്കെ ഗ്രാജുവലി കൂടി വരുന്നു. ബാങ്കിലുള്ള പോലെ പലിശയായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരികയല്ല ചെയ്യുന്നത്. ആ ഫണ്ടിൻ്റെ വാല്യൂ പതുക്കെ കൂടി വരുന്നു. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ഇവിടെ ഒരു ബന്ധവുമില്ല. അവർ ഈ പറഞ്ഞ പോലെ ഡെറ്റ് പതുക്കെ ഡിപ്പെൻസ് ഓൺ വിച്ച് ഡെറ്റ് ഫണ്ട്സ്. അവിടെയും നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡെറ്റ് ഫണ്ട്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ഓവർനൈറ്റ് ഫണ്ട്സ്, അതായത് ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നിട്ട് നാളെ എടുക്കാം. ഇപ്പോൾ കോർപ്പറേറ്റ്സ് ഒക്കെ വീക്കെൻഡ്സിലൊക്കെ പോലും അവരിടും, വലിയ കോടികളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ സപ്പോസ് നിങ്ങൾക്കൊരു പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്നൊരു ഫണ്ട് കയ്യിൽ വന്നു, ചിലപ്പോൾ ആവശ്യം ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് വെറുതെ കറണ്ട് അക്കൗണ്ടിൽ കിടന്നാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അവർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം ഓവർനൈറ്റ് ഫണ്ട്സ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ കണക്കിൽ നോക്കിയാൽ 6% പ്ലസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട് ആനുവലൈസ്ഡ് ആയിട്ട്. ഫ്യൂ ഡേയ്സിന് പോലും ഇൻവെസ്റ്റ് ചെയ്യാം. ലിക്വിഡ് ഫണ്ട്സ് ഒരു 2 to 3 months പീരീഡിൽ ലിക്വിഡ് ഫണ്ട്സ് അതങ്ങനെ പോകും. അതായത് അൾട്രാ ഷോർട്ട് ടേം, ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട്സ്, അങ്ങനെ പല തരത്തിലുള്ള ഡ്യൂറേഷനുള്ള ഡെറ്റ് ഫണ്ട്സ് ഉണ്ട്. ഈ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഫിക്സ്ഡ് ഇൻകം ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം ബാങ്ക് എഫ് ഡിയേക്കാൾ ബെറ്റർ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ ലിക്വിഡിറ്റിയുടെ കാര്യമാണ്. എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എഫ് ഡി മെച്ചൂർ ആകുമ്പോഴേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അത് നടുക്ക് വെച്ച് എടുത്താൽ പെനൽറ്റിയാണ്. ഡെറ്റ് ഫണ്ട്സ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തെടുക്കാം. അതാണ് സിമിലർ റിട്ടേൺസ് ആണ് വരുന്നത് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഡെറ്റ് ഫണ്ട്സ്. Then you have, on the other end, you have equity funds where you are investing into companies. കമ്പനിയുടെ ഷെയർസ് ആണ് വാങ്ങുന്നത്. അപ്പോൾ നമുക്കൊരു ജനറലി സ്പീക്കിംഗ് ഒരു കമ്പനിയിലേക്ക് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ആ കമ്പനിക്ക് കടം കൊടുക്കാം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണർഷിപ്പ് ആയിട്ട് എടുക്കാം, അല്ലേ? അപ്പോൾ അതാണ് ഡെറ്റ് ഇക്വിറ്റി തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. കടം കൊടുക്കുന്നവർക്ക് ആ കമ്പനി നന്നായാലും മോശമായാലും ഒന്നും പ്രശ്നമില്ല, എനിക്ക് പലിശ കിട്ടിക്കൊണ്ടിരിക്കും. ഈക്വിറ്റി ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ കമ്പനി നന്നായാൽ ഷെയർ പ്രൈസ് കൂടും, കമ്പനി മോശമായാൽ ഷെയർ പ്രൈസ് കുറയും. ദിസ് ഇസ് ദ ബേസിക് ഡിഫറൻസ്. ഓക്കെ, സോ നൗ ഈക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പനിയുടെ ഓണർഷിപ്പാണ് എടുക്കുന്നത്. ആ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ദേ ട്രൈ ടു ഇൻവെസ്റ്റ് ഇൻ ടു ദ ബെസ്റ്റ് കമ്പനീസ്. ആ കമ്പനികൾ നന്നാവുന്നതിനനുസരിച്ച് ഇക്വിറ്റി ഫണ്ടിൻ്റെ വാല്യുവേഷൻ പതുക്കെ കൂടി വരുന്നു. നമുക്കൊരു യൂണിറ്റ് പ്രൈസാണ് കിട്ടുന്നത്, ഒരു ഫണ്ടിന് ഒരു വില, NAV എന്ന് പറയും, നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയും. സോ നമ്മൾ ആ NAV-നനുസരിച്ച് നമുക്ക് കൂടിക്കോളും. അത് നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല, ഫണ്ട് മാനേജേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും.
ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. ആ വാക്ക് കേട്ടാൽ തന്നെ അറിയാം. അവിടെ തന്നെ പല ടൈപ്പും ഉണ്ട്. കുറവ് ഡെറ്റ്, കൂടുതൽ ഇക്വിറ്റി, കൂടുതൽ ഡെറ്റ്, കുറവ് ഇക്വിറ്റി. അപ്പം അത് ഏത് ടൈം ഫ്രെയിമിന് എങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഫൈലിന് വേണ്ടിയിട്ടാണെന്നുള്ളതനുസരിച്ചിട്ട് വേണം നമ്മൾ ഫണ്ട് ചൂസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ഒരു ഫണ്ടിൻ്റെ, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എടുത്ത് നോക്കിയാൽ ഒരു റിസ്കോമീറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു നമ്മുടെ കാറിലൊക്കെ കാണുന്ന ഇതുപോലെ ഒരു സാധനം, അതുപോലെ. അതെ. അപ്പോൾ ഏറ്റവും താഴേക്ക് നിൽക്കുന്നതാണെങ്കിൽ അതിനർത്ഥം വോളറ്റിലിറ്റി ഉണ്ടാവില്ല. ആ ഫിക്സ്ഡ് റിട്ടേൺസ് ജനറലി ഏകദേശം നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. സ്മോൾ ക്യാപ്പ് ഒക്കെ നോക്കിയാൽ ഹയസ്റ്റ് ആയിരിക്കും. അപ്പം അവിടെ ലോങ് ടേംസിൽ നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടാം, പക്ഷേ ഷോർട്ട് ടേമിൽ എക്സ്ട്രീംലി വോളറ്റൈൽ ആയിരിക്കും. അതാണ് റിസ്ക് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവർനൈറ്റ് ഈ ലിക്വിഡ് ഫണ്ട് ഇങ്ങനെ പോകും, ഈ റിസ്കോമീറ്റർ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസർവേറ്റീവ്, ഹൈബ്രിഡ്, അഗ്രസീവ്, ഹൈബ്രിഡ് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇങ്ങനെ പോകും ഈ റിസ്കോമീറ്റർ. ഓക്കെ, സോ ദിസ് ഇസ് ദ എൻറ്റയർ സ്പെക്ട്രം. എല്ലാത്തിനും അതിൻ്റേതായ റെലവൻസ് ഉണ്ട്. ബേസ്ഡ് ഓൺ യുവർ ഫിനാൻഷ്യൽ ഗോൾ, എന്തിനു വേണ്ടി ചെയ്യണമെന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കണം. ഓക്കെ. മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഗോൾഡ് എന്ന് പറയുന്നത്. സോ പലരും ഫിസിക്കൽ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മകളുടെ കല്യാണത്തിന് വേണ്ടി അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഗോൾഡ് ഫിസിക്കലി മേടിച്ച് ഹോൾഡ് ചെയ്യാണ്. അതൊരു മണ്ടത്തരമല്ല ആക്ച്വലി. വളരെ ശരിയാണ്. മലയാളികൾ ഐ തിങ്ക് ഒരു പെർ ക്യാപിറ്റ ഗോൾഡ് പർച്ചേസ് നോക്കിയാൽ കേരളം വളരെ വളരെ മേലെയാണ്. അപ്പം ഇവിടെ പേഴ്സണലി എൻ്റെ അഭിപ്രായം ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയുമ്പോൾ ജ്വല്ലറി വാങ്ങുന്നത് വളരെ ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഭയങ്കര അബദ്ധമാണ്. കാരണം അവിടെ നമുക്ക് മേക്കിംഗ് ചാർജ് എന്നുള്ളൊരു നല്ലൊരു സംഖ്യ പോകുന്നുണ്ട്. പിന്നെ ഗോൾഡ് പർച്ചേസിൽ എങ്ങനെയായാലും നമുക്ക് ഓഫ് കോഴ്സ് GST അത് എന്തായാലും ഫിസിക്കൽ ഗോൾഡിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസിന് തിന്നുന്ന ഒരു സംഭവമാണ്. നിങ്ങളിപ്പോൾ ഒരു 10 കൊല്ലം മുമ്പ് വാങ്ങിയ ഒരു ഗോൾഡ് ജ്വല്ലറി പീസ് നിങ്ങൾ ഇന്ന് കൊണ്ടുപോയി വിറ്റാൽ നിങ്ങൾക്ക് എന്ത് റിട്ടേൺസ് കിട്ടുമെന്ന് നിങ്ങൾ നോക്കുക. സ്വർണത്തിൻ്റെ വില എത്ര കൂടിയെന്ന് നോക്കുക, എന്നിട്ട് അത് ആക്ച്വലി അതിൽ കിട്ടിയോന്ന് നോക്കുക. ഒരിക്കലും കിട്ടില്ല. കാരണം നിങ്ങൾക്ക് അവിടെ പലതരത്തിലുള്ള നഷ്ടങ്ങൾ അവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ആളുകൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ജ്വല്ലറി പീസ് കയ്യിലുണ്ടെങ്കിൽ ഇപ്പം ഇത് വാങ്ങാൻ പോയാൽ എനിക്ക് ഇത്ര വില കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ നോക്കേണ്ടത്. ഇപ്പം ഞാനിത് വിറ്റാൻ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ അതിൽ വലിയൊരു വ്യത്യാസം വരും. ഫിസിക്കൽ ഗോൾഡിൽ നിങ്ങൾക്ക് ഈ ബാറായിട്ടും കോയിനായിട്ടൊക്കെ വാങ്ങാം. അവിടെ നിങ്ങൾക്ക് കോസ്റ്റ് കുറയുകയാണല്ലോ. അതുകൊണ്ട് തന്നെ റിട്ടേൺസ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കോസ്റ്റ് എവിടെ കൂടുന്നോ റിട്ടേൺസ് അവിടെ കുറയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സിമ്പിൾ ലോജിക്കാണ്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന റിട്ടേൺ ഒരു അസറ്റ് ക്ലാസ്സിൽ റിട്ടേൺസ് ഉണ്ടെങ്കിലും ആ ഗോൾഡ് എങ്ങനെ നിങ്ങൾ ഹോൾഡ് ചെയ്യണമെന്നനുസരിച്ചിരിക്കും നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന റിട്ടേൺസ് അല്ലേ. അപ്പോൾ അതിൽ ഇവിടെ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡിജിറ്റലായിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള. ഒന്ന് മ്യൂച്വൽ ഫണ്ടാണ്. ഞാൻ പറഞ്ഞു ഡെറ്റ്, ഇക്വിറ്റി നേരത്തെ പറഞ്ഞു. മൂന്നാമത്തെ ഗോൾഡാണ്. ഈ ഗോൾഡ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ഗോൾഡാണ് വാങ്ങുന്നത്. നമുക്ക് അത് മ്യൂച്വൽ ഫണ്ടായിട്ട് മാസം SIP ആയിട്ട് ചെയ്യാം. അതൊരു ഷെയർ പോലെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയും, ETF എന്ന് പറയും. ഗോൾഡ് ETFs മാർക്കറ്റിൽ ട്രേഡിംഗ് ഉണ്ട്. വളരെ ചെറിയ സംഖ്യയ്ക്ക് 50-60 റുപ്യക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഗോൾഡ് ETF തന്നെയാണ് ഗോൾഡ് ബേസ് എന്ന് പറയുന്നത്. ഗോൾഡ് ബേസ് ഇസ് വൺ ടൈപ്പ് ഓഫ് ഗോൾഡ് ETF. അത് ഒരു കമ്പനി മാനേജ് ചെയ്യുന്ന ഗോൾഡ് ETF ആണ് ഗോൾഡ് ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വാങ്ങാം, ഏത് സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം. ഇറ്റ്സ് ടോട്ടലി ലിക്വിഡ്. ഓക്കെ, പിന്നെ ഇപ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഗോൾഡ് ബോണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോസ്റ്റ് കുറവെന്നുള്ളത് മാത്രമല്ല, ഇങ്ങോട്ട് വരുമാനം കിട്ടുന്നു എന്നുള്ള. GST ഇല്ല, മേക്കിംഗ് ചാർജ് ഇല്ല, ഒന്നുമില്ല. 2.5% ഗവൺമെൻറ് പലിശ തരിക. സെൻട്രൽ ഗവൺമെൻറ് ഗ്യാരണ്ടീഡാണ്. അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് സ്വർണം എന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്ന ഓപ്ഷൻ സോവറിൻ ഗോൾഡ് ബോണ്ടാണ്. അപ്പോൾ അത് ലോങ് ടേമിലേക്ക് ഞാൻ പറയും മക്കൾക്ക് കല്യാണത്തിന് ഇന്നത്തെ എൻ്റെ ഒരു അഭിപ്രായമാണ്, പലരും യോജിക്കണം എന്നില്ല, ഇന്നത്തെ ജനറേഷനിലുള്ള പെൺകുട്ടികളൊന്നും വലിയ ഹെവി ജ്വല്ലറി ഒന്നും ഇങ്ങനെ ഇട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഭൂരിഭാഗം പേരും വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലും അവർക്ക് റെഗുലറായിട്ട് ഇടാനുള്ള ഒരു ബേസിക് ഗോൾഡ് ജ്വല്ലറിക്ക് പുറമെ അവർക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നിങ്ങൾ സ്വർണം വാങ്ങി കൊടുക്കുന്നതെങ്കിൽ ബെറ്റർ ഒരു സോവറിൻ ഗോൾഡ് ബോണ്ട് വാങ്ങി കൊടുക്കുക. അതിന് ബാക്കി പിന്നെ അവർക്ക് വേണ്ടതൊക്കെ അവർ വല്ല ആർട്ടിഫിഷ്യലായിട്ടൊക്കെ തോന്നുമ്പോൾ വാങ്ങുക, വേണ്ടാന്ന് വെക്കുക, അതുപോലെയുള്ളൊരു ഫ്ലെക്സിബിലിറ്റി കിട്ടുമല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ബോണ്ട് കഴുത്തിലിട്ട് നടക്കാൻ പറ്റില്ല, ഐ അണ്ടർസ്റ്റാൻഡ്, ബട്ട് സ്റ്റിൽ ഐ എം സെയിങ് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഐ തിങ്ക് more and more people should look to invest into sovereign gold bond. I am seeing a lot of people coming to me and saying ഞാൻ ഈ ജ്വല്ലറി ഇങ്ങനെ ലോക്കറിനകത്ത് വെച്ചിട്ട് എന്താ കാര്യം, ഇതൊന്ന് ബോണ്ടാക്കി മാറ്റിക്കൂടെ മാഡം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് യങ് ഗേൾസ് ഇപ്പം നമ്മളോട് ചോദിക്കുന്നുണ്ട്, ചിലരൊക്കെ ചെയ്യുന്നുമുണ്ട്. യെസ്.
ഈ റുപ്പി വീക്ക് ആവുന്ന അനുസരിച്ച് നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ്, ഐ മീൻ ഗോൾഡിനുള്ള റിട്ടേൺസ് കൂടുമല്ലോ. ഈ റുപ്പി ഡീവാലുവേഷൻ നമ്മുടെ ഭാവിയിൽ ഇനി ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുമോ? അതൊരു $1 million ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് പറയാം, മുന്നോട്ട് എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളെടുത്ത് നോക്കിയാൽ റുപ്പി ഡീവാലുവേഷൻ വളരെ കൂടുതലുണ്ടായിട്ടുണ്ട്. അപ്പം ഡോളറിൻ്റെ കണക്ക് വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ സ്വർണ്ണവില ഒരുപാട് കൂടുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് ഇൻറ്റു റുപ്പി ഡോളർ കൺവേർഷൻ റേഷ്യോ പ്ലസ് ടാക്സ് എടുത്താൽ ഇന്ത്യയിലത്തെ സ്വർണ്ണവിലയെ, അതായത് ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് ഇപ്പോൾ നടക്കുന്ന ഏകദേശം $2,000 ആണ്. $2,000 പെർ ട്രോയ് ഔൺസ് എന്ന് പറയും. ഇത് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിക്കണം. അതായത് എന്താണ് ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ്? അത് രാജ്യങ്ങൾ തമ്മിൽ സ്വർണം എങ്ങനെയാണ് കൈമാറുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ച് LME എന്ന് പറയും. അന്ന് ഗ്രാമിന് വില 100 രൂപ. ഓക്കെ, ഇന്ന് ഇത്രയായി. ഓക്കെ, സോ 1980 ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് $600-800 ഉണ്ടായിരുന്നു. ഇപ്പൊ 2000 എത്തിയിട്ടേ ഉള്ളൂ. പക്ഷെ മാറിയത് എന്താണ്? 7 എന്നുള്ളത് 83 എന്നുള്ളതാണ് മാറിയത്. ഓക്കെ, സോ അവിടെ നമുക്ക് ഒരു മുന്നോട്ട് ഇത്രയും ഡീവാലുവേഷൻ വരുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, മേ ബി ചെറിയ രീതിയിൽ വന്നേക്കാം, കാരണം ഡോളറിന് പകരം വയ്ക്കാൻ എപ്പോഴും കറൻസി ലോകത്ത് ഇതുവരെ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അത്രയ്ക്കും ഒരു ഡീവാലുവേഷൻ ഉണ്ടാവില്ല. പലരും പറയുന്നു ഡോളറൈസേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഡോളറിൻ്റെ ഇത് കുറയാനാണ് സാധ്യത എന്നുള്ളതാണ് പറയുന്നത് പൊതുവെ. പക്ഷെ അത് എത്രത്തോളം കുറയുന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. മൈ കോൾ ഓൺ ഇറ്റ് ഇസ് ദാറ്റ് റുപ്പി മേ നോട്ട് ഡിവാല്യൂ ആസ് മച്ച് ആസ് ഇറ്റ് ഹസ് ഡിവാല്യൂഡ് ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ്. സോ അങ്ങനെയാണെങ്കിൽ ആ റിട്ടേൺസിൽ ചിലപ്പോൾ കുറഞ്ഞേക്കാം. പക്ഷേ ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് തന്നെ കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, കാരണം അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയും ഈ ഡോളറിന് പകരം എന്തെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, സോ എനിക്കറിയില്ല, ഇറ്റ് മേ ഹാപ്പൻ. മേ ബി സ്വർണ്ണത്തിനായിരിക്കാം ചിലപ്പോൾ അതിന് കൂടുതൽ വാല്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ $2,000 എന്നുള്ളത് നമുക്കൊരു 2200, 300, 400 ഒക്കെ പെട്ടെന്നൊരു 20% ഹൈക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ഈ രണ്ടിൽ ഏതാണ് കയറുകയെന്നോ ഇറങ്ങുമെന്നോ പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് ഒരു ഭാഗത്ത്, റുപ്പി ഡോളർ പ്രൈസ് ഒരു ഭാഗത്ത്. ഇതിൻ്റെ രണ്ടിൻ്റെയും മൂവ്മെൻറ്റിന് ബാധിച്ചിട്ടാണ് നമുക്കിവിടെ സ്വർണ്ണവില മാറുന്നത്. സോ ഇൻ ജനറൽ ഗോൾഡ് പ്രൈസ് കയറും തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് ഇൻ്റർനാഷണൽ ഗോൾഡ് പ്രൈസ് ആയിരിക്കാം കൂടാൻ സാധ്യത റാദർ ദാൻ റുപ്പി ഡിവാലുവേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. സോ കോവിഡിന് ശേഷമാണ് ഇന്ത്യൻ മാർക്കറ്റിലെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ എക്സ്പൊണൻഷ്യലി വർദ്ധിച്ചത്. സോ ഇപ്പോഴും അത് പീക്കിലെത്തിയിട്ടുണ്ടോ, അതോ ഇപ്പോഴും ഗ്രോയിങ് ആയിട്ടുള്ളൊരു? ഈ പീക്കൊന്നും എത്തിയിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു തോന്നലാണ്, എന്തുകൊണ്ട് ഇത്രയും നല്ല സിസ്റ്റംസ് ഇന്ത്യയിൽ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ആളുകൾ ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം വി ഹാവ് ദ ബെസ്റ്റ് സിസ്റ്റം ഇൻ ദ വേൾഡ്. ഇത് ഇന്നലെ ഒന്നുമല്ല, ഞാൻ പറയും ഒരു 2003 മുതൽ തന്നെ ഞാൻ പറയും ഡിമാറ്റ് വന്നതിന് ശേഷം ഡെയിലി സെറ്റിൽമെൻറ്റിലേക്ക് മാറി. 2003, വി ആർ ടോക്കിംഗ് അബൌട്ട് 20 years ago. അന്ന് മുതൽ ഈ സിസ്റ്റംസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടും ഇത്രയും റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും നല്ല സിസ്റ്റംസ് 20 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഒട്ടും തന്നെ ആളുകൾ അതിലേക്ക് നോക്കിയില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു ബൂസ്റ്റ് കിട്ടിയത് ഡിമോണിറ്റൈസേഷൻ്റെ സമയത്താണ്. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്, ഓക്കെ, ഇതൊരു കറൻസിയും ഇല്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, വളരെ യൂസർ ഫ്രണ്ട്ലി ആണെന്നുള്ളത്. അപ്പോഴാണ് ഒരു ബൂസ്റ്റ് വന്നത്. പിന്നെ കോവിഡിന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആളുകൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് പലർക്കും തോന്നിയത്, യെസ്, ഇത് ഭയങ്കര നല്ലൊരു സംഭവമാണല്ലോ എന്നുള്ള തോന്നൽ അപ്പോഴാണ് വന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ വരവും ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും, അത് സംശയമൊന്നുമില്ല. ഞങ്ങൾ ഒരു ഫുൾ സർവീസ് ബ്രോക്കേഴ്സാണ്. ഐ തിങ്ക് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറയാം. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അവിടെ ഞങ്ങളെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവും, ഒരാൾ അവിടെ സർവീസ് ചെയ്യാനുണ്ടാവും. ഇവിടെ ഒരു ചെറിയൊരു കോസ്റ്റ് ഉണ്ടാവും, അവിടെ നിങ്ങൾക്ക് ചെറിയ കോസ്റ്റ് കുറയും. അപ്പം എന്തായാലും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ വരവെന്ന് പറഞ്ഞാൽ അവർ വളരെ നല്ല രീതിയിൽ തന്നെ, ഞാൻ പറയും, നമുക്കൊരു കാര്യം കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിൽ തന്നെ മാർക്കറ്റിനെ അവർ എക്സ്പാൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഐ എം ആക്ച്വലി ഹാപ്പി അബൌട്ട് ദാറ്റ്. കാരണം അവർ നല്ല രീതിയിൽ മാർക്കറ്റ്സിനെ എക്സ്പാൻഡ് ചെയ്തു. ഒരുപാട് പേര് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി ഈ ഫീൽഡിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഇഫ് യു ടേക്ക് ഒരു ഡെവലപ്ഡ് എക്കോണമീസ് ഒക്കെ പലതും എടുത്ത് നോക്കിയാൽ 30 to 50% ഓഫ് ഹൗസ് ഹോൾഡ്സ് ഇൻവെസ്റ്റ് ഇൻ ടു ഈക്വിറ്റി. ഇന്ത്യയിൽ ഇപ്പോഴും 10% പോലും എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്യുവർ മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ്ലി 5% ആളുകൾ പോലും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, കേരളത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കുറവാണ് ഇപ്പോഴും. ബട്ട് ഇറ്റ് ഈസ് ചേഞ്ചിങ്. ഐ ക്യാൻ സീ ഇറ്റ് ഹാപ്പനിങ്. കാരണം ഞങ്ങളുടെയൊക്കെ തന്നെ
എൻ്റെ ചെറിയൊരു ഓഫീസിൽ എനിക്ക് ഇത്രമാത്രം എൻക്വയറീസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് അക്രോസ് ദ കൺട്രി അല്ലേ. സോ വലിയ രീതിയിൽ ആളുകൾ, എനിക്ക് തോന്നുന്നു പല ക്യാമ്പയിൻസും ഇതിൽ ഹെൽപ്പ് ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ. മ്യൂച്വൽ ഫണ്ട് സഹി ഹെ എന്ന് പറഞ്ഞിട്ട് ആംഫിയുടെ ക്യാമ്പയിൻ, ഐ തിങ്ക് ദാറ്റ്സ് ഓൾസോ ഹെൽപ്പ്. ദേ ബ്രോട്ട് ഇൻ ബിഗ് വേൾഡ് കപ്പിൻ്റെ ടൈമിലൊക്കെ അല്ലേ, സച്ചിനെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ക്രെഡിബിലിറ്റി ആണല്ലോ അതിൽ. സോ വലിയ രീതിയിൽ ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ യങ്സ്റ്റേഴ്സാണ് കൂടുതലും ഇതിലേക്ക് വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരു എൽഡർലി ആളുകൾക്ക് ഇപ്പോഴും ഒരു സ്കെപ്റ്റിസിസം ഉണ്ട്, ഇതെന്തോ പ്രശ്നമാണോ എന്നുള്ള ആ ഒരു മുഴുവൻ ഇറങ്ങാനൊരു ഒരു ഒരു മടിയുണ്ട്. ബട്ട് തിങ്സ് ആർ ചേഞ്ചിങ് വെരി ഫാസ്റ്റ്. യെസ്, ബട്ട് പീക്കൊന്നും എത്തിയിട്ടില്ല, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. യെസ്. മാമിൻ്റെ കമ്പനിയുടെ സ്ലോഗൻ തന്നെ പ്ലാൻ, ഇൻവെസ്റ്റ്, റിലാക്സ് എന്നാണ്. സോ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സേവിങ്സിലൊക്കെ തുടങ്ങാൻ പോകുന്നവർക്ക് എന്ത് അഡ്വൈസാണ് നൽകാനുള്ളത്? ഫസ്റ്റ് പറയാനുള്ളത്, ഒരു സ്വന്തം ഫൈനാൻസ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്, ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആവശ്യമാണെന്നുള്ളതാണ് സ്വയം ബോധ്യപ്പെടുത്തേണ്ട ഫസ്റ്റ് കാര്യം. രണ്ടാമത്, അത് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടുമില്ല. അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് നമ്മുടെ സിസ്റ്റംസ് തന്നെയാണ്. രണ്ട് തരത്തിൽ പറയും. ഒന്ന്, നമ്മളുടെയൊക്കെ ഫാമിലീസിൽ നമ്മൾ പണത്തിനെക്കുറിച്ച് ഫ്രീ ആയിട്ട് ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ പഠിച്ച് പുറത്ത് വരുന്ന ആളുകൾക്കും ഒരു ഫ്രീ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനൊരു ഭയങ്കര മടിയാണ്. അപ്പോൾ അവിടെ അങ്ങനെ തന്നെ അതൊരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നു. കൾച്ചറലി നമുക്കൊരു വിഷയമുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് ഭൂരിഭാഗം കോളേജുകളിലും നമ്മൾ പഠിപ്പിക്കുന്നില്ല. അത് ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് അവർ കരിക്കുലം. ചില കോളേജസൊക്കെ വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് ഒരാളെ വിളിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ടാവുമായിരിക്കാം എന്നല്ലാതെ ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസും ഒരു ലൈഫ് ഇൻഷുറൻസും ഉള്ള വ്യത്യാസം പോലും ഒരു പ്രൊഫഷണലായിട്ട് പഠിച്ച് വരുന്ന ഒരു പുറത്ത് വരുന്ന ഒരാളുകൾക്ക് പോലും പലർക്കും അറിയുന്നില്ല. സോ അവിടെ ഒരു സീരിയസ് ഗ്യാപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏതൊരാളെ സംബന്ധിച്ചും അവർ ആദ്യത്തെ ഒരു ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ തുടങ്ങേണ്ട ഒരു സംഭവമാണ് ഈ പൈസ ഞാൻ എങ്ങനെ ശരിയായി മാനേജ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. സോ അതിൽ ഞാൻ ഈ പറഞ്ഞ, എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ള ഈ ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ദിസ് ഇസ് വാട്ട് ഐ ടെൽ എവറിബഡി. ഐ തിങ്ക് ബൈ ആൻഡ് ലാർജ് ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഞാൻ ഒന്നും കൂടെ അത് സമ്മറൈസ് ചെയ്ത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, ആദ്യം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. രണ്ടാമത്, ആവശ്യമെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കണം, ഇല്ലെങ്കിൽ വേണ്ട. മൂന്നാമത്, ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. അഞ്ചാമതായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസിനെ ഷോർട്ട് ടേം ലോങ് ടേം ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ബിലോ 5 ഇയേഴ്സ് ആണെങ്കിൽ റിസ്ക് എടുക്കാതെ ഇതിൽ ചെയ്യുക. കുറച്ച് ലോങ് ടേം ആണെങ്കിൽ കുറച്ച് റിസ്ക് എടുത്ത് ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, SIPs അതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലോങ് ടേമിലേക്ക് സേവ് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ട് അലൊക്കേറ്റ് യുവർ ഫണ്ട്സ് ഈ പ്രയോറിറ്റിയിൽ നിങ്ങൾ അലൊക്കേറ്റ് ചെയ്യുക. ആൻഡ് ഓവറായിട്ട് പോവാതെ എപ്പോഴും ഒരു സ്റ്റേബിളായിട്ട് പോവുക. ഡോണ്ട് ട്രൈ ടു പുട്ട് ടു മച്ച് ഇൻ ടു SIPs. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദ പോയിന്റ് ഇസ് ടു സ്റ്റാർട്ട് വിത്ത് സ്മോൾ എമൗണ്ട്സ്. പിന്നെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ദ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക്സ് ഓൺ ദി അപ്സൈഡ് ആൻഡ് ഓൺ ദി ഡൗൺ സൈഡ്. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങളൊരു ചെറിയ എമൗണ്ട് ആണെങ്കിലും സ്റ്റഡി ആയിട്ട് ഇട്ട് പോയിക്കൊണ്ടേയിരുന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ പൈസ വളരാം. അതേ സംഭവം തന്നെ നിങ്ങൾ വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കി കടം വാങ്ങി പലിശ കൊടുത്ത് തുടങ്ങിയാൽ താഴോട്ട് പോകുന്നതും അതേ സ്പീഡിൽ പോകും. ഓക്കെ, സോ ഇറ്റ് വർക്ക്സ് ഓൺ ബോത്ത് സൈഡ്സ്. സോ കടം വാങ്ങുക എന്ന് പറയുന്നത് വളരെ വളരെ സൂക്ഷിച്ച് ചെയ്യണം. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് വൺ തിങ്, ദാറ്റ് ഇസ് ഡിസിപ്ലിൻ. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവാം. അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആയതുകൊണ്ടോ വലിയ സ്മാർട്ട് ആയതുകൊണ്ടോ നിങ്ങൾ ജോലിയിൽ തന്നെ എവിടെ വലിയ നിലയിൽ എത്തിപ്പോയതുകൊണ്ടോ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾക്ക് ആ ഒരു പിടിപ്പെന്ന് പറയില്ല, ഒരു ചിട്ട, ആ ഡിസിപ്ലിൻ അതുണ്ടെങ്കിൽ യു ക്യാൻ ബി ഫിനാൻഷ്യലി സക്സസ്ഫുൾ. പലരും ഇന്ന് സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടി മാത്രമായിട്ട് EMIs എടുക്കുന്നുണ്ട്. അത് ശരിയായ തീരുമാനമാണോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം സിബിൽ സ്കോർ, നല്ല സിബിൽ സ്കോർ വേണമെന്ന് പറയുന്നത് ശരിയാണ്. ഇത് ആക്ച്വലി നേരെ തിരിച്ചാണ് വേണ്ടത്. നല്ല ഒരു കടം വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ വേണം എന്നുള്ളത് ശരിയാണ്, നല്ല ടേംസ് കിട്ടും എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനു വേണ്ടി കടം വാങ്ങുന്നതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓഫ് കോഴ്സ് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. ഞാൻ സ്വയം ചെയ്തതും വർക്ക് ചെയ്തതുമായിട്ടുള്ളൊരു കാര്യം പറയണം. വളരെ സൂക്ഷിച്ച് ചെയ്യണം. എങ്കിലും ഞാൻ പറയണം, ക്രെഡിറ്റ് കാർഡ്. ഓക്കെ, ഈ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ലിമിറ്റ് ആണെങ്കിലും ചെറുതായിട്ട് യൂസ് ചെയ്ത് കറക്റ്റ് അടച്ചു പോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളത് യൂസ് ചെയ്യുന്നത്, അല്ലാതെ അനാവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതല്ല ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് ലിമിറ്റ് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഒരു 1/3
അതിൽ താഴെ നിങ്ങൾ എല്ലാ മാസവും കറക്റ്റായിട്ട് അത് യൂസ് ചെയ്ത് പോവുക. എന്നിട്ട് ഓട്ടോ ഡെബിറ്റ് സെറ്റ് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ താനേ കൂടി വന്നോളൂ. ബിക്കോസ് അവർക്ക് മനസ്സിലാവുമല്ലോ, നിങ്ങൾ ക്രെഡിറ്റ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അത് ചെയ്യരുത്. കുറവ് ക്രെഡിറ്റ് യൂസ് ചെയ്യും വേണം, കറക്റ്റായിട്ട് അടയ്ക്കും വേണം. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോർ കൂട്ടാം. സിബിൽ സ്കോർ കൂട്ടാൻ വേണ്ടി കടം വാങ്ങേണ്ട കാര്യമില്ല. സിബിൽ സ്കോർ സെറ്റാക്കി വെച്ചിട്ട് ചെറിയ രീതിയിൽ ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ EMI എടുക്കുന്നു, കറക്റ്റായിട്ട് അടച്ചു പോകുന്നു, ദാറ്റ്സ് ഓക്കെ. ബിക്കോസ് പണ്ടൊക്കെ അമേരിക്കയിലൊക്കെ പറയുന്നത്, ഇവിടെ ഈ ക്രെഡിറ്റ് സിസ്റ്റമൊക്കെ വരുന്നതിന് മുമ്പ് അവിടെ പറയായിരുന്നു, കടം വാങ്ങാതിരിക്കുന്നതിനേക്കാളും കടം വാങ്ങി തിരിച്ചടച്ചിരിക്കുന്ന ആൾക്കാണ് കൂടുതൽ പവർ എന്നുള്ളത്. ഇപ്പം നമ്മളും ആ സിസ്റ്റം അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ക്രെഡിറ്റ് സ്കോർ അബവ് 700, അറ്റ്ലീസ്റ്റ് 750ക്ക് മേലെ ഹോൾഡ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. പോകും തോറും ഐ തിങ്ക് ദ ഇമ്പോർട്ടൻസ് ഓഫ് സിബിൽ സ്കോർ ഇസ് ഓൺലി ഗോയിങ് ടു ഗോ അപ്പ്. കാരണം എന്തൊരു കാര്യത്തിനും എനിക്ക് തോന്നുന്നു, നിങ്ങളൊരു ബിസിനസ് പ്രപ്പോസൽ ഒരാൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളെപ്പറ്റി ആദ്യം അവർ ചെക്ക് ചെയ്യണം ചിലപ്പോൾ സിബിൽ സ്കോർ ആയിരിക്കും. കാരണം അത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ നിങ്ങൾ ഇതിന് വരെ എന്താണ്, നിങ്ങൾ പതിവായിട്ട് ഡീഫോൾട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കണ്ട് അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ മേലുള്ള ഒരു മാർക്കാണല്ലോ അത്, നിങ്ങളുടെ ക്രെഡിബിലിറ്റിക്കുള്ള ഒരു മാർക്കാണത്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു ബി, എന്തൊരു ചെറിയ കടം വാങ്ങിയാലും കറക്റ്റായിട്ട് ഒരിക്കലും അത് ഡീഫോൾട്ട് ചെയ്യാതെ അടച്ച് തീർക്കുക എന്നുള്ളതാണ്. സോ ഇൻട്രസ്റ്റ് റേറ്റിൽ വരെ വലിയ വ്യത്യാസം വരും നിങ്ങൾക്ക് സിബിൽ സ്കോർ കൂടുതലുള്ള ആളുകൾക്കും കുറവുള്ള ആളുകൾക്കും തമ്മിൽ. അതിന് വേണ്ടി കടം വാങ്ങുന്നതിൽ വലിയ കാര്യമൊന്നും തോന്നുന്നില്ല എനിക്ക്. ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഒരു സെക്യൂർ ഫൈനാൻഷ്യൽ ഫ്യൂച്ചറിന് ആവശ്യമായ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. സ്റ്റാർട്ടിങ് ഫ്രം ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സിബിൽ സ്കോർ, ഇതിനെക്കുറിച്ചെല്ലാം മാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നമുക്ക് ഷെയർ ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് യുവർ വാല്യുബിൾ ടൈം വിത്ത് ദിസ്. സോ വീണ്ടും ഒരു ഗസ്റ്റുമായി നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ കാണാം.